ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് മോണ്ടനഗ്രൻ താരമായ ഡുഷാൻ ലഗാത്തോറിനെ സൈൻ ചെയ്തത്. പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം അരങ്ങേറ്റം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഗോൾ രഹിത സമനില വഴങ്ങുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഹംഗറിയിൽ അദ്ദേഹം അവസാനമായി കളിച്ച മത്സരത്തിൽ ഒരു റെഡ് കാർഡ് വഴങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻഷൻ അവിടെ ബാക്കിയുണ്ടായിരുന്നു. പക്ഷെ ആ സസ്പെൻഷൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള മത്സരത്തിൽ ബാധകമായിരുന്നില്ല. കാരണം ഹംഗറിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനെ ബന്ധപ്പെടാൻ വൈകിയിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം അരങ്ങേറ്റം നടത്തിയതിനു ശേഷമാണ് ഈ ഒരു സസ്പെൻഷനെ കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലഭിച്ചത്. പിന്നീട് ഡുഷാൻ ലഗാത്തോർ തൊട്ടടുത്ത മത്സരത്തിൽ പുറത്തിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ ലഗാത്തോർ പുറത്തിരിക്കേണ്ടതായിരുന്നു. അദ്ദേഹം കളിച്ചത് നിയമവിരുദ്ധമാണ്. ഈ വിഷയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു പരാതി ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും അതുപോലെ തന്നെ ഫിഫക്കും നൽകിയിട്ടുണ്ട്. അതായത് ഈ മത്സരത്തിൽ ലഗാത്തോറിനെ കളിപ്പിച്ചത് നിയമവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ തങ്ങൾ വിജയിച്ചതായി കൊണ്ട് പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഫിഫക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഫിഫ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ വിഷയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയാൽ ആ മത്സരത്തിലെ റിസൾട്ട് അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് അനുകൂലമായിരിക്കും. അതായത് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ആ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വിജയിച്ചതായി കൊണ്ട് പ്രഖ്യാപിക്കാൻ ഫിഫക്ക് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നോർത്ത് ഈസ്റ്റിന് കൂടുതൽ പോയിന്റുകൾ ലഭിക്കും. അപ്പോൾ ISLലെ പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനം സ്വന്തമാക്കാൻ അല്ലെങ്കിൽ സുരക്ഷിതമാക്കാൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ പ്ലേ ഓഫ് മത്സരങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഫിഫയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സമീപിച്ചിട്ടുള്ളത്. ഫിഫയുടെ ഒരു തീരുമാനത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. ആ ഒരു 2 പോയിന്റുകൾ കൂടി അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ 3-ാം സ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് അവർക്ക് ഗുണകരമാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഫിഫയും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് ഇനി ആരാധകർക്ക് അറിയേണ്ട കാര്യം. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. പക്ഷെ ഇവിടെ ഹംഗേറിയൻ ഫുട്ബോൾ അസോസിയേഷൻ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വൈകി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോരായ്മയായി കൊണ്ട് കണക്കാക്കപ്പെടുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരുമായി വീണ്ടും കാണാം.